ഹലോ ഫ്രണ്ട്സ്, ഹോട്ട് വീൽസ് പ്രാന്തൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ സുബ്രു അൺബോക്സ് ചെയ്തപ്പോൾ സ്റ്റേജിൽ വെച്ച് നോക്കിയില്ല, ഞാൻ മറന്നുപോയി. ഞാനിപ്പോൾ എൻ്റെ ഓഫീസ് ഡെസ്കിൽ ഈ വണ്ടി ഇങ്ങനെ വെച്ചേക്കാണ്. ജോലി ചെയ്ത് പ്രാന്ത് പിടിക്കുമ്പോൾ ഇടയ്ക്കെടുത്ത് നോക്കും. നൈസ് ഡീറ്റെയിൽസാണ്, എസ്പെഷ്യലി ഇതിൻ്റെ സ്പോയിലറും ടെയിൽ ലൈറ്റിലൊക്കെ നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. അകത്ത് റോൾ കേജും റാലി സീറ്റ്സൊക്കെയാണ്. പക്ഷെ ഫ്രണ്ടിൽ മാത്രം ബോണറ്റിൽ ആ എയർ ഇൻടേക്കിലെ ഡീറ്റെയിൽസ് കുറച്ച് ശോകമാണ്. ബാക്കി ഹെഡ്ലൈറ്റൊന്നും വലിയ കുഴപ്പമില്ല. വീൽസ് വലിയ തെറ്റ് പറയാനില്ല, എന്നാലും സ്റ്റാർ ഷേപ്പ് അലോയ്സ് അല്ലായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. ഓക്കെ, ഇന്നിപ്പിനി ഒരു 4 വണ്ടികൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ആദ്യമായി നിസാൻ R390 GTI. ഇത് ലേമാൻസ് റേസിങ്ങിന് വേണ്ടി ഡിസൈൻ ചെയ്ത വണ്ടിയാണ്. ഇവർക്ക് റോഡ് കാറായിട്ട് ഇറക്കാനും പ്ലാൻ ഉണ്ടായിരുന്നു നമുക്ക് മേടിക്കാനായിട്ട്. പക്ഷെ ഇവരിത് ഒറ്റൊരു വണ്ടിയെ ഇവർ ഉണ്ടാക്കിയുള്ളൂ. അതിപ്പോഴും നിസാൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ സൂക്ഷിച്ചു വെച്ചേക്കുവാണ്. അതുതന്നെയാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. ഓക്കെ, നമുക്കപ്പോൾ ഇവനെ അൺബോക്സ് ചെയ്യാം. കൊള്ളാം. ഇപ്പോൾ ഇവനെ സ്റ്റേജിലും കൂടെ വെച്ച് നോക്കാം. നിസാൻ R390 GTI. നല്ല ക്ലീൻ കാസ്റ്റിംഗ് ആണ്. ഫ്രണ്ടിൽ നിന്ന് കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹെഡ്ലൈറ്റൊക്കെ നല്ല ഒറിജിനൽ ഹെഡ്ലൈറ്റ്സ് പോലെയാണ് ഇരിക്കുന്നത്. ഗ്രേ കളറിലെ വീൽസും ഇതിന് നന്നായിട്ട് ചേരുന്നുണ്ട്. ഒരു പ്രത്യേക ടൈപ്പ് ഷേപ്പാണ്. ബാക്കിലും നല്ല പക്ക ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അടുത്തതായി 2017 അക്യൂറ NSX. ഈ സെയിം കാസ്റ്റിംഗ് എൻ്റെ നാട്ടിലുണ്ട്. അതും ഈ സെയിം ബ്ലൂ കളറായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ വാൾമാർട്ടിൽ കണ്ടപ്പോൾ വെറുതെ മേടിച്ചതാണ്. ഇതെന്തോ ഒരു സീരീസ് പോലെയാണ്. ഇതിൽ വേറെയും 4 വണ്ടികളുണ്ട്. ഇതിൽ ഈ 4 വണ്ടികൾ എനിക്ക് കിട്ടി, ഈ പോർഷെ മാത്രം കിട്ടിയില്ല. ഓക്കെ, നമുക്കിപ്പോൾ ഇവനെ അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് സെയിം കാസ്റ്റിംഗ് ആണ്. വീൽസിൻ്റെ ഡിസൈൻ മാത്രം എന്ത് വ്യത്യാസമുള്ളൂ എന്നാണോ നാട്ടിലുള്ളത് വെച്ച്. പക്ഷെ അതിന് ഇതുപോലെ ബ്ലാക്ക് റൂഫായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. സ്റ്റേജിൽ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു നാട്ടിലുണ്ടായിരുന്ന NSXൻ്റെ സെയിം കളർ തന്നെയാന്ന് തോന്നുന്നു. പക്ഷെ ഇതിൻ്റെ സ്റ്റിക്കറിംഗ് ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. വീൽസ് വലിയ കുഴപ്പമില്ല. ബാക്കിൽ ടെയിൽ ലൈറ്റ്സിലൊക്കെ നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, തെറ്റ് പറയാനില്ല. ഓക്കെ, അടുത്തത് പ്രീമിയം കാസ്റ്റിംഗ് ആണ്. 1990 മോഡൽ ലാൻഡ് റോവർ ഡിഫൻഡർ. അപ്പോൾ മെറ്റൽ റിയൽ റൈഡേഴ്സ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ ഫ്യൂരിയസ് ഫ്ലീറ്റ് എന്ന് പറഞ്ഞ സീരീസാണ്. നമ്മളിപ്പോൾ പുതിയ ആക്ഷൻ മൂവീസിലൊക്കെ സ്ഥിരം കാണുന്ന വണ്ടിയാണിത്. ഓക്കെ, നമുക്കപ്പോൾ ഇവനെ തുറക്കാം. നൈസായിട്ടുണ്ട്. സൺറൂഫൊക്കെ ഉണ്ട്. നല്ല സ്ട്രോങ് ലുക്കാണ്. ബാക്കിൽ സ്റ്റെപ്പിനിയിലൊക്കെ ഈ അലോയ് വീൽസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഫുൾ ബ്ലാക്ക് ആയത് കാരണം നല്ല മാഫിയ ലുക്കാണ്. ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്റേഴ്സൊക്കെ കറക്റ്റായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്.
വീൽസ് ആണെങ്കിൽ ഇത് നമ്മൾ വേറെ വണ്ടികളിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതിൽ വലിയ ടയർ വന്നപ്പോഴാണ് ആ ലുക്ക് വന്നത്. ബാക്ക് സൈഡ് വലിയ തെറ്റ് പറയാനില്ല. ചില്ലിൻ്റെ അകത്തു കൂടെ നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ലേറ്റസ്റ്റ് മോഡൽ ഡിഫൻഡറിൻ്റെ കാസ്റ്റിംഗ് ഇതുപോലെ ഇറക്കുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇങ്ങനെ ഇറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അവസാനമായി വീണ്ടും 2017 അക്യൂറ NSX. പക്ഷേ ഇത് പ്രീമിയം കാസ്റ്റിംഗ് ആണ്. ഇപ്പം നിങ്ങൾക്കറിയാം മെയിൻ ലൈൻ കാസ്റ്റിങ്ങും പ്രീമിയം കാസ്റ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഞാൻ പെട്ടെന്ന് ഒന്നും കൂടെ പറയാം. നമ്മൾ നേരത്തെ തുറന്നത് മെയിൻ ലൈൻ കാസ്റ്റിംഗ് ആണ്. അതിൻ്റെ അടിഭാഗം പ്ലാസ്റ്റിക്കും ബോഡി മെറ്റലുമാണ്. പക്ഷേ പ്രീമിയം കാസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗവും മെറ്റലാണ്, ബോഡിയും മെറ്റലാണ്. അതാണ് ഈ മെറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ എഴുതിയിരിക്കുന്നത് റിയൽ റൈഡേഴ്സ്. അത് ഉദ്ദേശിക്കുന്നത് പ്രീമിയം കാസ്റ്റിങ്ങിൻ്റെ ഒക്കെ ടയേഴ്സ് റബ്ബർ ടയേഴ്സ് ആയിരിക്കും. പക്ഷെ മെയിൻ ലൈൻ കാസ്റ്റിങ്ങിൻ്റെ ടയേഴ്സ് പ്ലാസ്റ്റിക്കാണ്, ഫുൾ പ്ലാസ്റ്റിക്കാണ്. അതാണ് മെയിൻ ലൈൻ കാസ്റ്റിങ്ങും പ്രീമിയം കാസ്റ്റിങ്ങും തമ്മിലുള്ള മെയിൻ വ്യത്യാസം. പിന്നെ പ്രീമിയം കാസ്റ്റിങ്ങിൽ ഒബ്വിയസ്ലി വില കൂടുതലാണ്, അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസും ഉണ്ട്. ഇപ്പോൾ ഹെഡ്ലൈറ്റ് ആണെങ്കിലും ടെയിൽ ലൈറ്റ് ആണെങ്കിലും ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും പ്രീമിയം കാസ്റ്റിംഗ് ആണെങ്കിൽ. ഓക്കെ, നമുക്കിപ്പോൾ ഈ പ്രീമിയം NSX പുറത്തോട്ടെടുക്കാം. വലിയ കുഴപ്പമില്ല. പക്ഷെ ഞാനത് മേടിച്ചപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ഇതിൻ്റെ അലോയ് വീൽസിൻ്റെ ഡിസൈൻ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഒട്ടും സൂട്ടാവുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ റബ്ബർ ടയേഴ്സാണ്. ഇത് ഫുൾ പ്ലാസ്റ്റിക്കും, പിന്നെ ഇതും അടിഭാഗവും മെറ്റലാണ്. അതാണ് ഇതിന് വെയിറ്റ് ഇത്തിരി കൂടുതലാണ് പ്രീമിയം കാസ്റ്റിങ്ങിന്. ഫ്രണ്ടിൽ നിന്ന് കാണാൻ എനിക്കിഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. കളറാണെങ്കിൽ ഒരു മാറ്റ് സിൽവറാണ്, അതും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ടെയിൽ ലൈറ്റിലെ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ കണ്ട മെയിൻ ലൈനിലെ സെയിം ആണ്. ഓക്കെ, അങ്ങനെ ഹോട്ട് വീൽസ് പ്രാന്തൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺ ഗൈസ്.